വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വണ്ടർഷ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഹാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഹാക്കുമാണ്. അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ്. അത് നിങ്ങൾക്ക് ഇതത്ര ട്രെൻഡിങ് ഒന്നുമല്ല, പക്ഷേ കാണുന്നുണ്ടാവും കുറേ വീഡിയോസിൽ. നമ്മളെ എല്ലാ എനിമീസിനെ ലാഗ് അടിപ്പിച്ചിട്ട് ഒരു സംഭവം ഓണാക്കുമ്പോൾ എനിമീസിന് ലാഗ് അടിക്കും. അപ്പം നമ്മൾ അതിനെ ഹെഡ് അടിച്ചിട്ട് ആ സംഭവം ഓഫ് ആവുമ്പോൾ ആ എനിമി അടിച്ചാവും. എനിമിക്ക് മനസ്സിലാവും നമ്മൾ എവിടുന്നാ വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്ത് കാണിച്ചു തരാൻ പോണത്. ഇത് ബാങ്ക് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബാങ്ക് കിട്ടും. മെയിൻ അക്കൗണ്ടിൽ ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ഫ്രീ ഫയർ മെയിൻ അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയായിരിക്കുന്നത് അല്ല. അതുകൊണ്ട് ഗസ്റ്റ് അക്കൗണ്ടിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞങ്ങളെ മെയിൻ അക്കൗണ്ട് ഗസ്റ്റ് അക്കൗണ്ടായിട്ട് ഫ്രണ്ട് ആക്കണം. അതായത് ഗസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് മെയിൻ അക്കൗണ്ടിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ട് അത് ഫ്രണ്ട്സ് ആക്കുക ആ അക്കൗണ്ട് തമ്മിൽ. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് കളിക്കുക. അതായത് ഈ ഹാക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഹാക്കല്ല, സംഭവം ഓണാക്കിയ അക്കൗണ്ട് എടുത്തിട്ട് നമ്മളെ ഇതിനെ ഫ്രണ്ട് ആക്കിയിട്ട് കളിക്കുക. അങ്ങനെ കളിക്കുമ്പോൾ ഈ ബിങ്കോ, അതായത് നമ്മളെ മെയിൻ അക്കൗണ്ട് എന്തെങ്കിലും നേരെ പോയി ചാവുക. എന്നിട്ട് ഈ അക്കൗണ്ട് എടുത്തിട്ട് ഫുള്ള് കളി തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റാങ്ക് പുഷ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല, കാരണം 1.5 മിനിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നേരെ സെറ്റപ്പ് പോവാം. ഓക്കെ, ഇതിന് സെറ്റപ്പായിട്ട് വരുന്നത് 2 സാധനങ്ങളേ ഉള്ളൂ. ഫ്രീ ഫയറും പ്ലേ സ്റ്റോറും മതി. ഫ്രീ ഫയർ നമ്മൾ കയറ്റൊന്നും വേണ്ട, സാധാ ഫ്രീ ഫയർ ആണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ഫ്രീ ഫയർ തന്നെയാണ്. ഫയേഴ്സ് അല്ല, ഫ്രീ ഫയർ തന്നെയാണ്. മാക്സിലും ഏത് ഫ്രീ ഫയർ ആണെങ്കിലും വർക്കൗട്ടോ. ഞാൻ ഇപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് റിയൽ ഫ്രീ ഫയർ ആണ്. ഇനി നമ്മൾ ഈ ആപ്പ് ഇട്ടാണ് പ്ലേ സ്റ്റോർ എടുത്തിട്ട് സെർച്ച് പോയിട്ട് ഇതിൽ നമ്മൾ പ്ലേ പിങ് അടിക്കണം. ഞാൻ ഇപ്പം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. പ്ലേ എന്ന് കൊടുക്കുക, പിന്നെ പിങ് ഇല്ലേ, പിങ് അടിക്കണ ആ പിങ് ഒന്ന് ടൈപ്പ് ചെയ്യാം. പിഗായിപ്പോയി ഇത്. ഓക്കെ, പിങ്. ഓക്കെ, പ്ലേ പിങ് അടിക്കുക, സെർച്ച് ആക്കുക. അപ്പോൾ അത് അവിടെ ഒരു ആപ്പ് വരും. ഇതാണ് ഐക്കൺ. നിങ്ങൾ ഐക്കൺ നോക്കി വെച്ചോ. കുറേ ആപ്പ് ഉണ്ടാവും ഇങ്ങനത്തെ പ്ലേ പിങ് എന്നൊക്കെ പറഞ്ഞ്. ഇതാണ് ആപ്പ്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കണം ഫസ്റ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയിട്ട് പറയാം. നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയിട്ട് പറയാറുണ്ടപ്പോൾ ഇൻസ്റ്റാൾ ആയി. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. 9 MB ഉള്ളൂ, അതാണ്. ഓക്കെ, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കണം. ഇതിൽ അലോ കൊടുക്കുക. എല്ലാം അലോ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് കാണും. അത് നിൽക്കുമ്പോൾ അലോ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതിൽ നിങ്ങൾ ഫ്രീ ഫയർ ഒക്കെ ഉണ്ടാവും ചിലപ്പം. അതൊന്നുമല്ല കൊടുക്കേണ്ടത്. നിങ്ങളിവിടെ പ്ലേ പിങ് സ്ക്രോൾ ആക്കുമ്പോൾ കാണും. അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ബാക്ക് അടിച്ചാൽ മതി. അപ്പം അത് അലോ ആയി. പിന്നെ അവിടെ VPN കണക്ഷൻ എന്ന് കാണും. ഇത് അലോ കൊടുത്തിട്ട് ഈ ഓക്കെ കൊടുത്താൽ അതും അലോ ആവും. പിന്നെ അവിടെ താഴത്ത് ലോഞ്ചിൻ്റെ തൊട്ട് മുകളിൽ സെലക്ട് ആപ്പ് എന്ന് കാണും. ആ സെലക്ട് ആപ്പ് ഒന്ന് നെക്കിയിട്ട് നമ്മളെ ഫ്രീ ഫയർ ഇതാക്കി നോക്കണം കേട്ടോ. ഇത് ഫ്രീ ഫയറിൽ മാത്രമല്ല, എല്ലാത്തിനും വർക്കാവേ. ഈ ഫ്ലെക്സിറ്റി പറയണത് ഒരു മൊബൈൽ RP ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പം അതിൽ നമുക്ക് വാറൊക്കെ വരുമ്പോൾ ഈ സംഭവം ഇട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ജയിക്കാം. ഏത് ആപ്പിലും വർക്കാവും. ഞാൻ ഇപ്പോൾ അവിടെ ഫ്രീ ഫയർ ആണ്. ഓക്കെ, നമ്മൾ ഫ്രീ ഫയർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ബാക്ക് അടിക്കുക. പിന്നെ ലോഞ്ച് ഉണ്ടാവും. ആ ലോഞ്ചിലൊന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. കൺഫേം ലോഞ്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഡോണ്ട് ആസ്ക് അഗെയിൻ കൊടുത്തിട്ട് കൺഫേം കൊടുത്താൽ മതി. ഇത് കൊടുക്കുമ്പം ഇത് നമ്മൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആപ്പ്, ഈ ഐക്കൺ കണ്ടില്ലേ ഒരു പറയണത്, അത് നെക്കി പിടിക്കുക കേട്ടോ. 3 സെക്കൻഡ് നെക്കി പിടിക്കണം. 3 സെക്കൻഡൊന്നും ഇല്ല, 1 സെക്കൻഡ് തന്നെ ഉള്ളൂ. അത് നെക്കി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. അതായത് മുകളിൽ കണ്ടോ, ഇങ്ങനത്തെ സംഭവം വന്ന് കാണും. ഇതിൽ ഏറ്റവും മുകളിൽ പോയിട്ട് എത്ര സെക്കൻഡാണ് എനിമി ഇതായി നിൽക്കേണ്ടതെന്ന്, ലാഗായി നിൽക്കേണ്ടതെന്ന് കാണിക്കും. ഇതിൽ ഏറ്റവും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം ഒരു 3 സെക്കൻഡ് നിൽക്കുക. കാരണം ഈ 10 സെക്കൻഡൊക്കെ ആണെങ്കിൽ അപ്പം നിങ്ങൾ ഇത് 10 സെക്കൻഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടുള്ളൂ. കാരണം എനിമീസ് 10 സെക്കൻഡ് ലാഗ് അടിച്ച് നിൽക്കുന്നില്ല. കാരണം എനിമീസിന് ലാഗ് അടിക്കാൻ നമുക്ക് കാണിക്കും. കാരണം നമ്മൾ നെറ്റ് പോവാണ് സംഭവം. ആണ് ബേസിക്കലി ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള സംഭവം പറയുന്നത്. നമ്മൾ VPN കണക്ട് ആക്കിയിട്ട് സംഭവം ഓണാകുമ്പം നമ്മളെ നെറ്റ് 99+ ആവും. അത് പ്ലസ് ആവണതിന് മുമ്പേ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു ടൈം ഉണ്ടാവും. ആ ടൈം ഇപ്പം ഞാൻ
3 സെക്കൻഡ് ആണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ 1 സെക്കൻഡ്, അതായത് 1.9 സെക്കൻഡ് ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞാലാണ് ആവുള്ളൂ. 1.9 സെക്കൻഡ്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് അടിക്കാനുള്ള സമയം കൂടി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് മാക്സിമം ഒരു 3 ആക്കി വെക്കാമെന്ന് പറയുന്നത്. 3 ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ പ്ലേപ്പിംഗ് കണ്ടോ, ഞാനിപ്പം അനക്കണ സാധനത്തിൽ പ്ലേപ്പിംഗ് ഇല്ലേ, അതിൻ്റെ മുകളിൽ മൈനസിൻ്റെ ബട്ടൺ കാണാം. അത് നോക്കിക്കഴിഞ്ഞാൽ മിനിമൈസ് ആവും. ഇതായിരിക്കാനും ആപ്പ് വരിക. ഈ സാധനം ഞാൻ ഇപ്പോൾ ഇളക്കണ ഇതാണ് സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യാല്ല, എല്ലാം മിനിമൈസ് എന്താ വെച്ചാൽ ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഫ്രീ ഫയർ എടുക്കണം. അവിടെ ഫ്രീ ഫയർ തന്നെ. ഓക്കെ, ഫ്രീ ഫയർ എടുക്കണം. എടുത്തിട്ടുണ്ട്, വരുന്നുണ്ട്. ജസ്റ്റ് ലോഗിൻ ആവുമ്പോൾ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ ബാങ്ക് കിട്ടും. ഗൂഗിൾ അക്കൗണ്ട് എടുത്താൽ ഡയറക്റ്റ് കാണില്ല. ആൾക്കാരെ നമ്മൾ റിപ്പോർട്ട് അടിച്ചടിച്ചടിച്ച് ബാങ്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഞാൻ ഇത് ഗസ്റ്റ് അക്കൗണ്ട് പറഞ്ഞ സീൻ ഉണ്ടാവില്ല. ഇതിൽ നിങ്ങൾ ലോൺ വുൾഫോ എന്താ വെച്ചാൽ കളിക്കാം. ഞാൻ ഇപ്പം ലോൺ വുൾഫ് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കളിക്കാണ്. ചിക്കൻ്റെ അങ്ങനെ തൊടുമ്പോൾ ഈ മോട്ടിൻ്റെ സെലക്ഷൻ എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ എനിമി MA2B കസഡികളോ ഏതെങ്കിലും 1 ടാപ്പ് ഗൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ഓക്കെ, ഭാഗ്യം M59 എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് അടിച്ചിടണം കേട്ടോ എനിമിനെ. അപ്പൊ എങ്ങനെ വർക്കൗട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ബട്ടൺ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് എനിമിയൊന്നുമില്ല, ഇത് പൊട്ടുന്ന കത്തിണ്ടോ അവൻ്റെ കയ്യില്? അയ്യോ അയ്യോ, കത്തില്ല. നമ്മളിപ്പം എത്ര വേണമെങ്കിലും കൊടുക്കട്ടെ, ഹെഡ് വേണമെങ്കിൽ കൊടുക്കാം. എന്താ ചോദിക്കാൻ നിങ്ങൾ ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ കത്തിയോണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒപ്പം വരട്ടത് അത് നമ്മളെ എത്തിയിട്ടോ. അതാണ് നമ്മളെന്തെങ്കിലും കൊന്നീനെ. ഓക്കെ, നമുക്കാണ് നമുക്ക് ഡബിൾ എടുക്കട്ടെ. അതായത് ഞാൻ പുതിയ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മളെ സെറ്റ്, അപ്പം അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ ഒരടി നമ്മളെ അടിക്കണ്ട, നമുക്ക് അത്ര ഞാൻ ഇപ്പം ഇങ്ങോട്ട് കയറണമെന്നൊന്നും വേണ്ട. നമ്മൾ എനിമിന്റെ മുന്നിൽ പോയി നിന്നാലും ഞാൻ ഇപ്പം ഹെഡ് അടിച്ചിട്ട് ആ സംഭവം ഓണാക്കിയാൽ മതി. ഹെഡ് അടിച്ചിട്ടല്ല, ഓണാക്കിയിട്ട് സംഭവം ഇതാക്കുക. ഞാൻ അപ്പം എനിമിന്റെ ഫ്രണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് അടിക്കാൻ തന്നെ പൊട്ടനെനിമിക്ക് എന്താ അടക്ക. ഇതിനെ സെൻസിറ്റിവിറ്റി വല്ലതും 200 ഇടണം. ഇടയ്ക്ക് ഓണാവൂല കേസ്, നല്ലതുണ്ട്. ഇടയ്ക്ക് നമ്മളിത് നെക്കുമ്പോൾ ആവേയില്ല, ആവശ്യമുള്ള സമയത്ത് നെക്കുമ്പോൾ ആവൊക്കെ ചെയ്യും. ആണ് കുഴപ്പം. VS എടുത്ത് നല്ല മനസ്സുള്ള എനിമി നമുക്കൊന്നുകൂടെ എടാ മോളെ, നമ്മൾ ബാക്കിലുണ്ട്, കൂടെ ചാടി എന്നിട്ടെങ്കിലും അടിക്കുന്നു. കണ്ട് പൊട്ടത്തരം കാണിച്ച് നമ്മൾ ഇനി കാണിച്ചു കേട്ടോ. ഓക്കെ, എനിമിന്റെ മുമ്പിൽ നിക്കണ്ട, അതായിരിക്കും നല്ലത്. കേസ് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പെടാനുള്ള നോക്കി നോക്കാം. ഇപ്പൊ ഉണ്ടാവും കൂടുതൽ മുന്നിൽ പോയി നിൽക്കാം.
ആ ഞാൻ ഇവിടെയാണോ അങ്ങനെ എന്നോട് കണ്ണു കാണൂലേ. നിനക്ക് ആണോ? അയ്യോ, ആണോ? അതെ, നിങ്ങളൊരു കാര്യം പറഞ്ഞു. എരുമിന്റെ മുമ്പിൽ നിക്കണ്ട. എനിമി അടിച്ചുറപ്പ് തരും. നമ്മള് എനിമിന്റെ മുന്നിൽ പോയി നിൽക്കണ്ട, വർക്കിംഗ് അല്ല. നോക്കി സോറി. നമ്മൾ അടിച്ചു കാണും, കാരണം എടാ കളി എടുത്തു, കളി പോയി അടിച്ച്. ശ്ശേ. അപ്പൊ അത് നിങ്ങൾ എന്തായാലും മൈൻഡ് ആക്കണം കേട്ടോ, കാരണം അത് നമ്മള് പൊട്ടത്തറ കാണിച്ചോണ്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തത് അടിപൊളി മസ്റ്റ് ട്രൈ എന്ന് പറയാം, കാരണം ഇതിട്ട് കളിക്കുമ്പോൾ ഫീൽ അടിപൊളി ഫീലാണ് കേസ്, നല്ല അടിപൊളി. ഒന്നുമില്ല കേസ് ഇവിടെ ആകെ എന്താണ് അടിപൊളി സംഭവമാണ് ഇത് കളിക്കാനൊക്കെ. നമുക്ക് വേണമെങ്കിൽ 1v1 ഇട്ടത് പോവാട്ടോ. ആരെങ്കിലും നമ്മൾ ചലഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ നമ്മളെ വൺ ടാപ്പില് എടുക്കുക, എന്നിട്ട് സോളോ സ്റ്റാർട്ട് ആക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സ്റ്റാർട്ട് ആക്കണേ. അത് സ്റ്റാർട്ട് ആക്കുക, ഗണ്ണെടുക്കുക, ഏതെങ്കിലും ഒരു AW എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചിടുക. പിന്നെ എടുത്തിട്ട് നമുക്ക് പക്ഷേ പോകണം. അയ്യോ വന്നിട്ട് ഗ്ലൂ വാൾ ഇവൻ ചുറ്റി കറങ്ങുന്നടാ. അടിക്കണ പോലും ഇല്ലല്ലോ. വട 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 ഇതൊക്കെ ഇത് വെറും സാമ്പിള്. എന്റെ ഒരു പൂവാണ്ടല് ഞാൻ ഗുണാക്കിട്ടെ പ്രശ്നം വരൂല. നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ കളിക്കാം. റിപ്പോർട്ട് അടിക്കാത്തോണ്ട് ഒന്ന് അടിക്കുക നമ്മള്, അല്ല ഉണക്കുക, ഒന്ന് അടിക്കുക, അത് ഓഫാകുമ്പോ എനിമി പറയട്ടെ നമുക്കിത്, കാരണം ഹാക്കിങ് സംഭവം അല്ലത്, എന്നാലും വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ പറയാൻ പറ്റും. എല്ലാ അടി അടി അടി
നിങ്ങൾ ബാക്ക് അടിക്കുക കാരണം ലോങ് വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചിടട്ടോ എനിമീസിനൊക്കെ വീടിനും വലിയ ഇടാം. നമുക്ക് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് കേസ് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഇടട്ടോ. ആരെങ്കിലും എന്നെ വെല്ലെടുക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിടാം. ഷോർട്സിലായിരിക്കും, നിങ്ങളെല്ലാവരും പോയി കാണണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനത്തെ ഹാക്ക് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇത് ഹാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഹാക്ക് എന്ന് പറയാം. അടുത്തൊരു വീഡിയോ ആയിരുന്നു. കാരണം പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലോ നമുക്ക് കിട്ടുന്നത്. കാരണം പ്ലേ സ്റ്റോറിൽ ഹാക്ക് ഒന്നും കൊടുക്കൂല. ഇത് സേഫ് ആയിട്ടുള്ളൊരു അക്കൗണ്ട് അല്ല സംഭവമാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഗെയിമിലും സിമ്പിൾ സെറ്റപ്പുമാണ്. പിന്നെ ഏത് ഗെയിമും അല്ല, ഏത് ആപ്പിലും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ 1v1 ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പറ്റും. നല്ലൊരു സംഭവമാണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി ആപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ, പ്ലേ സ്റ്റോർ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അടിച്ചെടുത്താൽ കിട്ടും. ഓക്കെ, അപ്പം ബൈ.